നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ബി.ജെ.പിയുടെയും ഡിവൈഎഫ്ഐയുടെയും ഒക്കെ വെല്ലുവിളികൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ, അതായത് MLA എന്ന രീതിയിൽ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്താൽ ഞങ്ങൾ തടയും, MLA എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല, പാലക്കാടിന് ഇങ്ങനെ ഒരു MLA വേണ്ട, ഇതായിരുന്നു അവരുടെ വാദം. പക്ഷേ കഴിഞ്ഞ ദിവസം തൊട്ട് രാഹുൽ നേരത്തെയൊക്കെ പാത്തും പതുങ്ങിയെന്നും വേണമെങ്കിൽ അവരുടെ ഭാഷയിൽ നമുക്ക് പറയാം, എത്തുന്നു, ഉദ്ഘാടനം ചെയ്യുന്നു, പോകുന്നു. പക്ഷേ ഇതിപ്പോൾ പരസ്യമായിട്ട് തന്നെ ഞാൻ എന്തായി വരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു വെല്ലുവിളി കൂടി, മറ്റന്നാൾ അങ്കണവാടിയിൽ ഉണ്ടാകും, നമുക്ക് കാണാമെന്നൊരു വെല്ലുവിളി കൂടി. അപ്പോൾ മണ്ഡലത്തിൽ പതുക്കെ പതുക്കെ സജീവമാവുകയാണല്ലേ രാഹുൽ? പതുക്കെ അല്ല, ഇതിനു മുമ്പ് സജീവമായിരുന്നു. അത് ആരോപണത്തിന് ശേഷം മാധ്യമങ്ങൾ രാഹുലിനെ കണ്ടില്ല. മാധ്യമങ്ങൾക്ക് വേറെ ശബരിമല വിഷയമൊക്കെ വന്നതുകൊണ്ട് കാണാത്തതാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ പോളിയോ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വലിയ പരസ്യങ്ങളില്ല. അപ്പൊ അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഡിവൈഎഫ്ഐയുടെയും ഈ പറഞ്ഞ യുവമോർച്ചയുടെയും BJPയുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് രാഹുൽ എവിടെ പോകുന്നു എന്നുള്ള കണ്ടെത്തി ആ ഉദ്ഘാടനം കുളമാക്കേണ്ടുന്നത് അല്ലെ, അവരുടെ ഉത്തരവാദിത്തമാണ്. അല്ലാതെ രാഹുലിന്റെ ഉത്തരവാദിത്തം അല്ല. അത് ഇപ്പൊ ബോർഡ് അടിക്കേണ്ടുന്ന കാര്യമാണെങ്കിൽ അദ്ദേഹം ബോർഡ് ഈ ഫ്ലെക്സ് ബോർഡൊക്കെ വെക്കും. ഇനി ഈ നോട്ടീസ് കൊടുക്കേണ്ടതാണെങ്കിൽ നോട്ടീസ് കൊടുക്കും. അല്ലാതെ ഇതെല്ലാം അങ്ങ് ഡിവൈഎഫ്ഐയും BJPയൊക്കെ അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഓരോ ഉദ്ഘാടനം ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ KSRTC ബസ്സിന്റെ ഉദ്ഘാടനം അത് മന്ത്രിയോട് ചോദിക്കണം. ഗണേഷ് കുമാർ അറിയാണ്ട് അവിടെ ഉദ്ഘാടനം ചെയ്യത്തില്ലല്ലോ. അപ്പം ഗണേഷ് കുമാറിന്റെ അടുത്ത് ചോദിക്കണമായിരുന്നു. അല്ലെങ്കിൽ KSRTCയിൽ എല്ലായിടത്തും നിങ്ങളുടെ ആൾക്കാരെ നിർത്തണമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം എവിടെയാണോ ഉദ്ഘാടനം വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രതിഷേധമൊക്കെ നടത്താൻ പറ്റും. ഇന്നലെ എന്തായാലും എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി. കാരണം വലിയ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ച് ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഇന്നെടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു, ഇന്ന റോഡ് പിരായിരി റോഡിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു എന്ന് അദ്ദേഹം ഫ്ലെക്സ് ബോർഡ്, ഇനിയിപ്പോൾ അറിയിച്ചില്ല കേട്ടില്ല എന്നൊന്നും വേണ്ട, ഇനി അത് അറിയിച്ചുകൊണ്ട് പോയി ഉദ്ഘാടനം ചെയ്യാം എന്ന്. സ്വാഭാവികമായിട്ട് രാഹുലിനറിയാം അവിടെ ഒരു പ്രതിഷേധമുണ്ടാകും. പക്ഷെ പോലീസിനോട് ആദ്യം ഡിവൈഎഫ്ഐ പറഞ്ഞു അത്രേ, ഞങ്ങൾ പ്രതിഷേധിക്കത്തില്ല, ഒന്നും ചെയ്യില്ല എന്നുള്ള. പക്ഷെ പെട്ടെന്നായിരുന്നു ഒരു ആക്രമണം പോലെ രാഹുലിന്റെ മണ്ടയിൽ പ്രതിഷേധക്കാർ ചാടിയിറങ്ങിയത്. അപ്പോൾ അവിടെ BJP പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരു വല്ലാത്ത ആക്രമണമായിരുന്നു. ഒരു പക്ഷേ രാഹുൽ പോലും ആദ്യം ഒന്നും ഞെട്ടിയിരിക്കാം ഇതെങ്ങനെയാണ്. പക്ഷേ ആ വണ്ടിയിൽ നിന്ന് ഒരു തരത്തിലും ഇറങ്ങാതിരിക്കുന്ന രാഹുലിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുന്ന ഒരു രാഹുലിനെയാണ് കണ്ടത്. ഒരു പക്ഷേ ഷാഫി ഒരിക്കൽ കാറിൽ നിന്ന് ഇറങ്ങിയ ഒരു രംഗം, അതിനേക്കാൾ അപ്പുറം നെഞ്ചു വിരിച്ച് അപ്പം തൻ്റെ കൂടെയുള്ള സഹപ്രവർത്തകരോടും പറയുന്നു, നിങ്ങൾ എന്നെ പിടിക്കണ്ട, ദേഷ്യത്തിലാണ് പറയുന്നത്, നിങ്ങൾ എന്നെ പിടിക്കണ്ട, എന്നെ വിട്ടേക്കൂ. കാരണം ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് മുകളിൽ ആകാശം താഴെ ഭൂമിയാണ്. കിട്ടാവുന്ന എല്ലാ കുറ്റങ്ങളും ശിക്ഷകളും എല്ലാം അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞു അല്ലെ, കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ശിക്ഷയുടെ പരിധി കഴിഞ്ഞു. ഏതൊരു മനുഷ്യനായാലും ഒരു അപവാദത്തിൻ്റെ അല്ലെങ്കിൽ ശിക്ഷയുടെയൊക്കെ ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഒരു നിലതെറ്റുന്നൊരു ഇതാണ്. ഒരു വല്ലാത്ത ധൈര്യമായിരിക്കും ഏതൊരു മനുഷ്യനും. അതാണ് ഇന്നലെ രാഹുലിൻ്റെ ആ ഒരു ശാരീരിക ഭാഷയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഒന്നുകിൽ നിങ്ങൾ എന്നെ അങ്ങ് കൊല്ലുക, അല്ലെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് പാലക്കാട് MLA ആയി പ്രവർത്തിക്കും, രാഷ്ട്രീയത്തിൽ സജീവമായി കാണും, എൻ്റെ കരിയറിനെ എൻ്റെ വ്യക്തി ജീവിതത്തെ നിങ്ങൾക്ക് തകർക്കാനാവില്ല, എന്നെ മരണം കൊണ്ടല്ലാതെ എന്നുള്ള ഒരു ഭാഷയാണ് രാഹുൽ ഇന്നലെ കാണിച്ചത്. കാരണം നെഞ്ചു വിരിച്ച് ഒരു പക്ഷേ സ്വന്തം പാർട്ടിക്കാരെ പോലും നിങ്ങൾ എന്നെ തൊടണ്ട, ഞാൻ പോകട്ടെ എന്ന് ധൈര്യത്തോടെ നടന്ന്, അത് മാത്രമല്ല പാർട്ടിക്കാർക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു ഉദ്ഘാടന സ്ഥാനത്ത് രാഹുലിനെ എത്തിക്കണമെന്നുള്ളൊരു ആവശ്യമായിരുന്നു. പക്ഷേ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഓരോ വീടുകളിൽ വരെ കയറി അവിടുത്തെ അമ്മമാർക്കൊക്കെ കൈയൊക്കെ കൊടുത്ത് ചിരിച്ചുകൊണ്ട് പോകുന്ന രാഹുലിനെയാണ് നമ്മൾ കണ്ടത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരു പക്ഷേ പോലീസ് പോലും എന്നാൽ ഷാഫിക്ക് കിട്ടിയതിൻ്റെ ഒരു 2 എണ്ണം കൂടെ രാഹുലിന് മറ്റവന്മാർ കൊടുക്കട്ടെ എന്ന് കരുതി കുറച്ച് മാറി നിൽക്കുന്ന പോലീസിനെ നമുക്കവിടെ കാണാൻ കഴിഞ്ഞു. കാരണം പോലീസിൻ്റെ ഒരു കവചമല്ലായിരുന്നു രാഹുലിന് ഇന്നലെ ഉണ്ടായിരുന്നത്. മുസ്ലിം ലീഗിൻ്റെ കോൺഗ്രസിൻ്റെ ഒരു കവചം മാത്രമായിരുന്നു രാഹുലിന് ഉണ്ടായിരുന്നത്. ഒരു MLA ആണ്, MLAക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് കുറച്ച് പോലീസുകാർ അവിടെ വിന്യസിച്ചിരുന്നു. പക്ഷെ ഒരാൾ പോലും നന്നായിട്ടൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അവിടെ എനിക്ക് കാണാൻ സാധിച്ചില്ല. ലൈവ് വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ആദ്യമൊക്കെ ഇറങ്ങണ്ട എന്നൊക്കെ പറയുന്ന പോലീസുകാരെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പക്ഷേ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഇറങ്ങുന്ന, ധൈര്യത്തോടെ ഇറങ്ങുന്ന, ഒപ്പം മുസ്ലിം ലീഗ് പ്രവർത്തകരൊക്കെ പറഞ്ഞ ധൈര്യമായിട്ട് ഇറങ്ങുക രാഹുൽ എന്ന് പറഞ്ഞ ആൾക്കാരെ കാണാൻ സാധിച്ചുള്ളൂ. പക്ഷേ അവിടെ പിന്നീട് ഒരു പ്രൊട്ടക്ഷൻ പോലീസിൻ്റെ ഉണ്ടായിരുന്നില്ല. പോലീസ് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ അടിച്ചോടിക്കാനൊന്നും ശ്രമിച്ചില്ല. പകരം ഇത് രാഹുലിനെ തിരിച്ചു പറഞ്ഞയക്കാനുള്ള ഒരു വ്യഗ്രതയാണ് കാണിച്ചത്. പക്ഷെ അവിടെ പോലീസിനും ഡിവൈഎഫ്ഐക്കും ഈ പറഞ്ഞ BJPക്കും ഒക്കെ തെറ്റിപ്പോയി. അവിടെ പാളി വന്നു. സത്യം പറഞ്ഞാൽ നാണം കെട്ട് ചമ്മിയെന്ന് തന്നെ പറയാം.
മുസ്ലിം ലീഗ് ഈ പ്രവർത്തകരെല്ലാം കൂടെ രാഹുലിനെ പൊക്കിയെടുത്തുകൊണ്ടാണ് പോകുന്നത്. പോയി അത് കട്ട് ചെയ്യുന്നു, ലഡു വിതരണം ചെയ്യുന്നു, നല്ല ഒന്നാന്തരം പ്രഭാഷണം. അതായത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. രാഹുലിൻ്റെ ഈ വിഷയം മൂലം രാഹുൽ എന്ന MLA എന്തൊക്കെയാണ് പാലക്കാട് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു PR വർക്കും ഇല്ലാത്ത ഒരു ഹൈ ലെവൽ പ്രൊമോഷനാണ് ഇപ്പോൾ രാഹുലിന് കിട്ടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമുക്കൊക്കെ MLA മാരുണ്ട്. ഇവിടുത്തെ MLA മാർ ഏതെങ്കിലും ഇനോഗ്രേഷൻ ചെയ്യുന്നതോ ഏതെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതോ ഒക്കെ ആർക്കെങ്കിലും അറിയോ? ഇല്ല. വല്ല റോഡ് ഉദ്ഘാടനം ആർക്കെങ്കിലും അറിയോ? ഒന്നും അറിയില്ല. പക്ഷേ നമ്മുടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഹൈ പ്രൊമോഷൻ, ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പാലക്കാട്ടുകാർ കണ്ണു അടച്ച് വോട്ടിടുന്ന ഒരു പ്രൊമോഷനാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളൊക്കെ ലൈവായിട്ടാണ് കാണിക്കുന്നത്. ഒരു സാധാ റോഡിൻ്റെ ഉദ്ഘാടനം ഇത്രയും വലിയ ആഘോഷമാക്കിയ DYFI ഒരുപക്ഷെ ഈ BJP പ്രവർത്തകർക്ക് രാഹുൽ അവസാനം നന്ദി അറിയിച്ചു. ഇതുപോലെ 2 ദിവസം കഴിഞ്ഞ് ഞാനൊരു അംഗനവാടി, ഒരു ഹൈടെക് അംഗനവാടി ഉദ്ഘാടനത്തിന് പോകുന്നുണ്ട്. അവിടെയും വന്ന് ഇതുപോലെ ഒന്ന് ഉഷാറാക്കി തരണം എന്നൊരു അറിയിപ്പും. പിന്നെ അവിടെ നിരവധി കാര്യങ്ങളാണ് രാഹുൽ ചെയ്യുന്നത്. അദ്ദേഹം ഓരോന്ന് എടുത്തു പറയുന്നുണ്ട്. എല്ലാ MLA മാർക്കും ഇത്ര ഫണ്ടുണ്ട്, പക്ഷെ പാലക്കാട് MLAക്ക് മാത്രം ഇത്രയും ഫണ്ടേ ഉള്ളൂ. സർക്കാരിനെതിരെ അതായത് ഓരോ MLA മാർക്കും കൊടുക്കുന്ന ഫണ്ടിൻ്റെയും ഓരോ വേർതിരിവുകൾ രാഹുൽ അത് അവിടെ ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷെ ഉള്ളതിൽ നിന്ന് ഞാൻ മാക്സിമം ശ്രമിക്കും. ഷാഫി എടുത്തു വെച്ചിട്ടുള്ള പല കാര്യങ്ങൾ, പ്രോജക്റ്റുകൾ അത് കണ്ടിന്യൂ ചെയ്യും. അവിടെ ഈ പറഞ്ഞതുപോലെ ചെന്നോടെ ഇപ്പം എത്ര മാസമായി? 6 മാസമല്ലേ ആയുള്ളൂ. റോഡിൻ്റെ നിർമ്മാണം, ഇപ്പം അംഗനവാടിയുടെ ഉദ്ഘാടനം, പിന്നെ ഓഡിറ്റോറിയം. അത് പറയുന്ന കേട്ട് കണ്ണാടി എന്ന് പറയുന്ന സ്ഥലത്തെ കൗൺസിലർ അത് ഏറ്റവും കൂടുതൽ CPM ഇതാണ്. പക്ഷെ ഞാൻ അവരെ മറന്നിട്ടില്ല. അവിടെ ഒരു ഓഡിറ്റോറിയം വരുന്നു. പിന്നെ അതേപോലെ തന്നെ കുട്ടികൾക്ക് ഫുട്ബോളോ കളിക്കാൻ സ്ഥലമില്ലാണ്ട് വെറുതെ കിടക്കുന്ന ഒരു വനപ്രദേശം, അത് സർക്കാരിന് കൊടുത്തിട്ട് അതിന് പകരം മറ്റൊരു പ്രദേശത്ത് കുട്ടികൾക്കുള്ള കളിസ്ഥലങ്ങൾ, പിന്നെ ഒരു നീന്തൽക്കുളങ്ങൾ, പിന്നെ അതുപോലെ നിരവധി, അതേപോലെ തന്നെ സ്കൂളിൻ്റെ നിർമ്മാണം, അങ്ങനെ നിരവധി പ്രവർത്തനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടം എന്ന MLA പാലക്കാടിനെ കുറച്ച് നാളുകൊണ്ട് ചെയ്യാനിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ തറക്കല്ലിടിയിലും കഴിഞ്ഞു. അപ്പോൾ ഇനി ഉള്ള കുറച്ച് നാളുകൾ കൊണ്ട് എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം മാക്സിമം ചെയ്യുമെന്ന് രാഹുൽ പറഞ്ഞത് വല്ലാത്തൊരു PR വർക്കാണ്, വല്ലാത്തൊരു പ്രൊമോഷനാണ് രാഹുലിന് കിട്ടിയിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് പാലക്കാട്ടുകാരും ശ്രദ്ധിച്ചിരിക്കുന്നു. അവർക്ക് നന്നായിട്ട് അറിയാം എല്ലാ ജനങ്ങൾക്കും ആവശ്യം നല്ലൊരു MLA, നല്ലൊരു ജനപ്രതിനിധിയെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്ത് നേട്ടമുണ്ടാകും, ജനസേവനം അല്ലേ. നമ്മളിപ്പോൾ ഒരു റേഷൻ കട അരി വാങ്ങിക്കാൻ പോകും, നല്ല അരി കിട്ടി, അല്ലെങ്കിൽ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്കൊരു റേഷൻ കടയിൽ നിന്ന് കിട്ടിയാൽ നമ്മൾ പറയും സിവിൽ സപ്ലൈസ് കൊള്ളാം, അല്ലെങ്കിൽ അനിൽ കുമാർ കൊള്ളാം എന്ന് നമ്മൾ പറയും. അതേപോലെ നല്ല റോഡുകളാണ് നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ആക്കുളം തമ്പുരാമുക്ക് 2 ആഴ്ച മുമ്പ് ഒരു ഉദ്ഘാടനം ചെയ്തു. കടകംപള്ളിയും റിയാസും കൂടെ ഈ കുഴിവിള അവിടെ ഒരു ഈ സീവേജിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു. 9 വർഷമായിട്ട് നടക്കും ആ പദ്ധതി. 9 വർഷമായിട്ട് റോഡുകൾ ഇങ്ങനെയാണ്. അവസാനം കുറേയൊക്കെ റോഡുകൾ പുതുക്കി. എന്നിട്ട് പറയുകയാണെ കുഴിവിള തമ്പുരാമുക്ക് പൗണ്ടോട റോഡുകളുടെ നിർമ്മാണം പൂർത്തിയായി. അപ്പം ഞാനാണെങ്കിൽ തമ്പുരാമുക്ക് ജംഗ്ഷനിലാണ് താമസിക്കുന്നത്, ഫ്രണ്ടിലാണ് താമസിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, എൻ്റെ റോഡ് നന്നാക്കിയോ? ഞാനറിയാണ്ടോ എപ്പോൾ? ഇന്നലെ പോലും പോയിട്ട് നന്നാവാത്ത ഇതിൻ്റെ ഉദ്ഘാടനം എപ്പോഴും? ഇനി 3-ാം തീയതി, ഇനി 2 ദിവസം കൊണ്ട് ഇവർ നടത്തുമോ എന്നൊക്കെയായിരുന്നു. അപ്പോൾ എന്താണ്, അത് നടത്തിയില്ല, പകുതി ഇട്ടേക്കാണ് അവിടെ. പക്ഷേ ഇപ്പം തെരഞ്ഞെടുപ്പ് വരുന്നതുകൊണ്ട് ഒരു ഇത് വെച്ച് അങ്ങ് ഉദ്ഘാടനം എന്ന് പറയും. ഇനി ഇതെപ്പം നന്നാക്കാൻ? 9 വർഷമായിട്ട് നന്നാവാത്ത സാധനം ഇനി എപ്പം നന്നാക്കാൻ? അപ്പോൾ ഇത്തരത്തിൽ പല കോപ്രായങ്ങളും ചില MLA മാരൊക്കെ കാണിക്കുന്നുണ്ട്. കോടികളാണ് ഈ സീവേജ് പദ്ധതി, 110 കോടിയോ എങ്ങാണ്ടാണ് ആ സീവേജ് പദ്ധതി. വരുന്ന കോൺട്രാക്ടർമാരെല്ലാം കുറേയൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടു പോകും, ചിലർ അവിടെ ഇട്ടിട്ട് പോകും. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, ഇതുപോലെ കുറേ അഴിമതികളുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കും, ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, ആ റോഡൊന്ന് പണിഞ്ഞ് കിട്ടിയിരുന്നെങ്കിൽ, ആ സീവേജിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നെങ്കിൽ, അതേപോലെ തന്നെ നമ്മുടെ അത്യാവശ്യ ബസ്സുകളുടെ റൂട്ടൊന്ന്, ഇത് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, സ്കൂളുകൾ, തൊട്ടടുത്ത സ്കൂളുകൾ അല്ലെ അംഗനവാടികൾ, ഇതൊക്കെ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കി വരുമ്പോൾ, ഇനിയിപ്പോൾ പാലക്കാട് ഒരു മെഡിക്കൽ കോളേജും കൂടെ കൊണ്ടുവരുന്നെന്ന് രാഹുൽ പറയുന്നിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് വികസനം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുവരുമ്പോൾ അവൻ സ്ത്രീ പീഡകനാണോ, അവന് പ്രണയമുണ്ടോ, അവൻ പെണ്ണ് പിടിച്ച് നടക്കുവാണോ, ഇതല്ല ശ്രദ്ധിക്കുന്നത്. ജനങ്ങൾക്ക് അവൻ എങ്ങനെയാണ് ഉപകാരപ്പെടുന്നത്. വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കേസുകൾ
ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിയമപരമായിട്ട് ഇന്നലെ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ നിയമപരമായി നേരിടുന്നു. നിയമപരമായി നേരിടണം. ഇപ്പോൾ പരാതിക്കാരി ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് പോകണം. അല്ലാതെ ഒരു വ്യക്തിയെ പ്രണയിച്ചു അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൂടെ നമ്മളെല്ലാം പങ്കിട്ടതിന് ശേഷം അവൻ മോശമാണ് എന്നല്ല പറയേണ്ടുന്നത്. അതിന് മുമ്പേ നമ്മൾ ചെകയണം. നമ്മളെ കൊടുക്കുന്നതിന് മുമ്പ് നോക്കണം ഓക്കെ ആ വ്യക്തി കൊള്ളാമോ ഇല്ലയോ എന്നുള്ളത്. കല്യാണം കഴിക്കണം അല്ലേ? കല്യാണം കഴിക്കുമ്പോൾ അതൊരു ഫിക്സഡ് ഇതാവും. അല്ലാതെ ഈ പറഞ്ഞോണം കുറേ ചാറ്റ് ചെയ്തിട്ട് ഒരു 3.5 വർഷം ചാറ്റ് ചെയ്തിട്ട് അവസാനം പറയണേ കൊള്ളില്ല എന്ന്. 3.5 വർഷം ആസ്വദിച്ച് ചാറ്റ് ചെയ്ത് ഞാൻ നീയുമായിട്ട് ഒരു 4 കൊല്ലം ആസ്വദിച്ച് ചാറ്റ് ചെയ്തിട്ട് നീ പറയുകയാണേ ചേച്ചി ചാറ്റ് ചെയ്ത് ആദ്യം മുതൽ പെശകായിരുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? ഇതൊക്കെയാണ് സംഭവിച്ചത്. അപ്പം ഒരു സത്യം എന്ത് മിഥ്യ എന്തെന്നുള്ളത് ജനത്തിന് അറിയാം. ഈ പരാതിക്കാർ കൊടുത്തതിൽ ഒരുപാട് ഫോൾട്ടുകൾ വന്നു, മിസ്റ്റേക്കുകളുണ്ട്. അവിടെയാണ് രാഹുലിൻ്റെ വിജയം. പക്ഷെ ആ ഓഡിയോ ക്ലിപ്പിൽ ഒരു പക്ഷേ അവിടെ പരാതിക്കാരി ഉണ്ടായിരുന്നുവെങ്കിൽ, പരാതിയുമായിട്ട് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ അവിടെ ഒരു തോൽവി കണ്ടേനെ. ആ പരാതിക്കാർ പക്ഷേ സ്വകാര്യ ജീവിതമാണ്, അത് മറ്റാരോ എടുത്തിട്ട് അലക്കിയത് കൊണ്ടായിരിക്കാം. പക്ഷേ ആ വ്യക്തി മാത്രമായിട്ട് പുറത്തേക്ക് വന്നിരുന്നു എങ്കിൽ ഒരു പക്ഷേ രാഹുലിൻ്റെ ഇമേജിന് കോട്ടം സംഭവിച്ചേനെ. കാരണം അവിടെ വഞ്ചിച്ചു എന്ന് പറയുന്ന കാരണം വഞ്ചിക്കാനും പറ്റില്ല. കാരണം രാഹുൽ വേറെ കല്യാണവും കഴിച്ചിട്ടില്ല, അതുകൊണ്ട് വഞ്ചിച്ചു എന്ന് പറയാനും പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ കല്യാണം കഴിക്കണം എന്നുള്ളൊരു ആവശ്യവുമായിട്ടാണോ ഇത് തുടങ്ങിയെന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ഇത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള സ്വകാര്യ ജീവിതം. അത് ആ വ്യക്തി തീർച്ചും സ്വകാര്യത നിറഞ്ഞതിലേക്ക് ക്യാമറ കണ്ണുകൾ പോയെടുത്താണ് ജനത്തിനത് പിടികിട്ടിയത്. ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വ്യക്തിയെ സ്നേഹിച്ച് കുറേ നാളിന് ശേഷം ആ വ്യക്തി കൊള്ളില്ല എന്ന് പറയുന്നു. ഇതിനിടയ്ക്ക് എൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ എനിക്ക് എൻ്റെ കൂടെയുള്ള ആരെങ്കിലും എടുത്തിട്ട് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഞാൻ അറിയാതെയോ അല്ലെങ്കിൽ മറ്റേ വ്യക്തി അറിയാതെയോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആ വ്യക്തി ആക്ഷേപിക്കാൻ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? ഞാൻ എന്താണോ ആ വ്യക്തിയായിട്ടുള്ള ഡീലിങ്, ഞാൻ വിവാഹം കഴിക്കുമെന്നാണോ അല്ലെങ്കിൽ ഈ സ്നേഹിക്കും എന്നുള്ളത് മാത്രമാണോ അല്ലെങ്കിൽ ടൈം പാസ് ആണോ എന്താണെന്നുള്ള അറിയില്ലല്ലോ. അപ്പം ഞാനും ആ വ്യക്തിയായിട്ടുള്ള ഡീലിങ് എന്താണോ അത് കൃത്യമായിട്ടുള്ള ഡീലിങ് ആയിരിക്കണം. ഇപ്പം ഞാനൊരു വ്യക്തിയെ വിവാഹം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റേ ഭാഗത്തുള്ള വ്യക്തി കല്യാണം കഴിച്ചില്ലെങ്കിൽ ചീറ്റിങ്ങാണ് സംഭവിക്കുന്നത്. കല്യാണം കഴിക്കില്ല എന്നുള്ള ഒരു ഉറപ്പിൽ ഉള്ള വെറും ഒരു ടൈം പാസ് ഇതാണെന്നുണ്ടെങ്കിൽ അതിന് എങ്ങനെയാണ് മറ്റൊരു വ്യക്തി കുറ്റക്കാരനാവുന്നത്? അപ്പോൾ ഇതിൻ്റെ സ്വകാര്യത എന്താണെന്നുള്ള ആർക്കും അറിയില്ല. അത് തികച്ചും രാഹുൽ ഇന്നലെ പോലും തികച്ചും മാന്യത വിട്ട് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം. പറയേണ്ടുന്ന ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയും. നിയമത്തിൻ്റെ മുന്നിൽ പോകേണ്ടെന്നതാണെങ്കിൽ നിയമത്തിൻ്റെ മുന്നിൽ പോകും. ഇപ്പം നിങ്ങളായിട്ട് എനിക്കൊരു കേസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ടല്ലോ, അതിൻ്റെ അന്വേഷണം നടക്കട്ടെ. അതെന്തായി? ക്രൈംബ്രാഞ്ച് എന്തോരം അന്വേഷണമായിരുന്നു, ഇപ്പം എന്തായി? അപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം എങ്ങും എത്താത്ത രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ അന്വേഷണം നടക്കട്ടെ എന്ന് രാഹുൽ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണ്. ഏതായാലും ഇന്നലെ എന്നല്ല അതിന് മുന്നേ തന്നെ രാഹുൽ പാലക്കാട് സജീവമാണ്. ഒരു പക്ഷേ പിണറായിക്കെതിരെ അല്ലെങ്കിൽ LDFനെതിരെയായിട്ടുള്ള ഒരു പോരാട്ടത്തിൽ രാഹുൽ എപ്പോഴും ഉണ്ടാവും. ഞാനൊരു അസൽ കോൺഗ്രസ്സുകാരൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ പല ഗുരുവായിട്ട് രാഹുൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഇവിടെ നാണം കെട്ടത് DYFI BJP പ്രവർത്തകരാണ്. കാരണം ആ അനാവശ്യമായിട്ടുള്ള ഒരു ഇടിച്ചു തള്ളലായിരുന്നു. രാഹുലിനെ പ്രതിരോധിക്കാൻ ഒരുപക്ഷെ മുസ്ലിം ലീഗോ കോൺഗ്രസ് മാത്രമല്ലായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. അത് നമുക്ക് ആ പരിസരവാസികളെയൊക്കെ കാണുമ്പോൾ നമുക്കറിയാം. രാഹുലിനോട് ഇടപെടുന്നത്, പലരും വന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാരണം അവരുടെ ആവശ്യമാണ്. അവരുടെ MLA അവരുടെ ആവശ്യങ്ങൾ നടത്തണം അല്ലേ? റോഡ് ഉൾപ്പെടെ വന്നത് അവരുടെ ആവശ്യങ്ങളാണ്. അപ്പോൾ ഒരു MLA എന്നുള്ള രീതി ഇത്രത്തോളം എന്തിനാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ വേട്ടയാടുന്നതെന്നുള്ള അറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ള ചില മന്ത്രിതലത്തിലുള്ളവരെ MLA-മാരെയൊക്കെ വേട്ടയാടേണ്ടെന്ന് കാലം കഴിഞ്ഞു. അവിടെയൊക്കെ ഇപ്പോഴും സമൻസും കോടതിയിലൊക്കെ കിടക്കുകയാണ് കേസുകൾ. അപ്പോൾ അതൊന്നും വേട്ടയാടാതെ ഒരാളെ മാത്രം, അത് തന്നെയാണ് ഇന്ന് OJ ജനീഷ് പറഞ്ഞത്. ഒരു സ്പെഷ്യൽ പ്രതിഷേധമാണ്, ഒരു കേന്ദ്രീകൃത ഒരു പ്രതിഷേധം ആയിട്ടാണ് തോന്നിയത്. അദ്ദേഹം ഒരു MLA ആണെന്നുള്ളത്. OJ ജനീഷ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അധികം ഒന്നും ചാനലിലൂടെ ഒന്നും കാണാൻ സാധിച്ചില്ല. മിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ സംസാരമൊക്കെ ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നല്ല മുഖമാവാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് തോന്നുന്നു. ഇന്ന് അബിൻ വർക്കി അതിനിടയ്ക്ക് ഒരു ചെറിയ അദ്ദേഹത്തിൻ്റെ വേദനകൾ പങ്കുവെച്ചു. ഇതൊക്കെ എന്ന് പറയുന്ന പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലാണ്. പക്ഷേ അവിടെയൊക്കെ വ്യത്യസ്തമാവുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. തൻ്റെ നേർക്ക് വന്ന ഈ ആരോപണങ്ങൾ ഒരു പക്ഷേ യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെ ചില വ്യക്തികൾ ആ ഒരു അധ്യക്ഷ സ്ഥാനത്തിന് വേണ്ടിയിട്ട് വ്യാമോഹിച്ച് ഇപ്പോൾ കിട്ടാത്ത ചില വ്യക്തികൾ അദ്ദേഹത്തിന് നേരെ വന്നപ്പോൾ പോലും ഇപ്പോഴും അദ്ദേഹം ഒരാളെ പോലും കുറ്റം പറയാതെ നല്ല രീതിയിൽ നല്ല ഭാഷകൾ ഉപയോഗിച്ച് കോൺഗ്രസിനോടൊപ്പം എന്ന് പറഞ്ഞ് എൻ്റെ പാർട്ടി എൻ്റെ മേലെടുത്ത തീരുമാനത്തിനോട് ഞാനും യോജിക്കുന്നു
എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മാറിപ്പോയ അദ്ദേഹമാണ് ഒരു യഥാർത്ഥ നേതാവ്. ഇതൊക്കെ ചില അബിൻ വർക്കി പോലുള്ള ആൾക്കാരൊക്കെ കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും, ഇനി അത് മുതിർന്ന നേതാക്കളാണെങ്കിലും ഇനിയുള്ള കുട്ടി നേതാക്കന്മാരാണെങ്കിലും ഇതൊക്കെ കണ്ടുപഠിക്കണം. കാരണം നമ്മൾ പറയുന്ന വാക്കുകളാണ്, അതൊക്കെ മാധ്യമങ്ങളൊക്കെ നൂറ് കാര്യങ്ങൾ ഏറ്റെടുക്കും. അപ്പം അബിൻ വർക്കിയൊക്കെ ഇന്ന് ചുമ്മാ അനാവശ്യമായിട്ടാണ് വാർത്താ മാധ്യമങ്ങളെയൊക്കെ കണ്ടത്. അതേസമയം ഇത്രയേറെ ഒരു ഇതിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് കാണിക്കുന്ന മിതത്വം, മെച്യൂരിറ്റി, ഇതൊക്കെ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇന്നും പാലക്കാട് ഇന്നലെ തല ഉയർത്തി നടക്കാൻ പറ്റുന്ന രീതിയിലാക്കിയത് അദ്ദേഹത്തിൻ്റെ അതാണ്. പറയേണ്ടുന്ന രീതി കുറിക്ക് കൊള്ളുന്ന തരത്തിൽ പെരിയാരിയെ പറ്റി ചില ശരണ്യയൊക്കെ പറ്റി ചില നല്ല ഒന്നാന്തരം വാക്കുകൾ, ചിലർക്ക് ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ വരെ പറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ കുത്തേണ്ടുന്നത് കുത്തി നല്ല രീതിയിൽ പ്രഭാഷണം ചെയ്തു. അത് കേരളം മുഴുവനും കണ്ടു. പാലക്കാട് എന്ന് പറയുന്ന ദേശത്തെയും പാലക്കാടിനെ കുറച്ചുകൂടി ഒരു പ്രൊമോഷനൊക്കെ ചെയ്യാൻ രാഹുൽ മുഴുവനും സാധിച്ചു. തീർച്ചയായിട്ടും ഇനി രാഹുൽ സജീവമായിരിക്കും. വെറുതെ ഈ പുറകെ പോകട്ടെ അല്ലേ, DYFI BJP പ്രവർത്തകരൊക്കെ പുറകെ പോട്ടെ. ഇനി എന്തൊക്കെയാണ് രാഹുൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്കറിയാം. കാരണം MLA വല്ലതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള വാർത്തകൾ ചെയ്യാമല്ലോ. ഏതായാലും വെറുതെ ഒരു MLA ആണ്, അദ്ദേഹത്തിൻ്റെ വഴിക്കൂടെ അദ്ദേഹം ചെയ്യാൻ ഏറെ കാര്യങ്ങളുണ്ട്. ഒരു ജനപ്രതിനിധിയാണ്, ജനം തിരഞ്ഞെടുത്തതാണ്, ജനം വിധി എഴുതട്ടെ അദ്ദേഹം മോശമാണോ തെറ്റോ. അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് ജനം വിധി എഴുതിക്കൊള്ളും. അതിൻ്റെ പുറകെ നിങ്ങൾ പോകാതെ നല്ലതിനെ കൈയടിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുക, ചീത്ത കാര്യങ്ങൾ വരുമ്പോൾ അദ്ദേഹം എന്താണെന്നുള്ളത് ഇനി പറയും. തീർച്ചയായിട്ടും ഇന്നലെയും പറയുന്നത് കേട്ടു. അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിൽ സംഭവിച്ചത് തീർച്ചയായിട്ടും ജനത്തെ അറിയിക്കേണ്ടുന്ന സമയത്ത് അറിയിക്കുക, അതിനൊരു സമയം കൊടുക്കൂ. അതേപോലെ തന്നെ എല്ലാ അപ്ഡേഷൻസും അദ്ദേഹം ചെയ്യും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ നാളൊക്കെ വിടും. ഏതായാലും ഇതിനും ഏതൊരു ഭാഗം നോക്കുമ്പോൾ ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, മറുഭാഗത്ത് എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ കാണട്ടെ. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടം നല്ലൊരു MLA ആയിട്ട് ഇനിയും നിരവധി സേവനങ്ങളൊക്കെ ആ പാലക്കാട്ടുകാർക്ക് ചെയ്യാൻ സാധിക്കട്ടെ. എന്തായാലും നമ്മളിനി ഉറ്റുനോക്കുന്നത്, കഴിഞ്ഞ ദിവസം പരസ്യമായിട്ട് വെല്ലുവിളിച്ചിരുന്നു മറ്റന്നാൾ ഒരു അംഗനവാടി ഉദ്ഘാടനമുണ്ട് വരണമെന്ന്. അപ്പോൾ DYFI ആ വെല്ലുവിളി ഹൈടെക് അംഗനവാടിയാണ്, നമുക്ക് കാണാം. അപ്പോൾ DYFI BJP ആ വെല്ലുവിളി ഏറ്റെടുക്കുമോ എന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്.